കാണിക്കുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു അറബിക് ഡിഷാണ് ഇന്ന് കാണിക്കുന്നത്. മുത്തബൽ എന്നാണ് ഇതിൻ്റെ പേര്. കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മുത്തബൽ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 വഴുതനങ്ങയാണ്. ഒരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് വഴുതനങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്താലും മതി. വഴുതനങ്ങ കുക്ക് ചെയ്യുന്ന സമയത്ത് തീ അധികം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറമേ ബ്രൗൺ കളറാവും, പക്ഷെ ഉള്ളിൽ വേവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വഴുതനങ്ങ ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടും. ഇതേ സ്റ്റെപ്പ് ഓവനിൽ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഫ്രൈ പാനിൽ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എല്ലാ സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്താലും മതി. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഒരു സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഈ വഴുതനങ്ങൻ്റെ കളറൊന്ന് മാറണം. ഇതിപ്പോൾ ഈ വഴുതനങ്ങൻ്റെ ആ ഒരു കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ ഓരോ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടും ഒരുപോലെ ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ നമ്മൾ ഈ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഈ വഴുതനങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഫ്രൈ പാനിലാവുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ കുക്കായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ കളർ ഒരു വയലറ്റ് കളറായിരുന്നല്ലോ. വഴുതനങ്ങൻ്റെ കളർ ഇപ്പം മാറിയിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തുള്ള സ്കിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കുരു കളയണമെന്നില്ല. ഇതിൻ്റെ കുരുവോട് കൂടി തന്നെയാണ് ഈ മുത്തബലിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. നമ്മൾ പൊട്ടാറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് മാഷ് ചെയ്യാം. ഈ വഴുതനങ്ങയിലേക്ക് ഇനി തഹീനി പേസ്റ്റ് ചേർക്കാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന തഹീനി പേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ചേർക്കേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും. തഹീനി പേസ്റ്റ് ഓപ്ഷണലല്ല, ഇതിൽ നിർബന്ധമായിട്ടും ചേർക്കണം. എങ്കിലേ നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന തൈര് നല്ല കട്ടിയുള്ള തൈരാണ്. അധികം പുളിയൊന്നുമില്ലാത്ത തൈര് യൂസ് ചെയ്യാം. ഒരു 5 ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുക. വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി കൂട്ടരുത്. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് മുന്നിട്ട് വെക്കും. അപ്പോൾ ഒന്ന് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ പാതി ചേർത്താൽ മതി. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഏതാണോ ആ പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒലീവ് ഓയിൽ ചേർക്കണം. ഒലീവ് ഓയിൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അറബിക് ഡിഷിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒലീവ് ഓയിൽ.
ഒട്ടുമിക്ക അറബിക് ഡിഷിനും ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഹുമ്മൂസ്, അതുപോലെ മുത്തബ്ബൽ. ഈ മുത്തബ്ബലിൻ്റെ മേലിലേക്ക് ഞാനിപ്പോൾ ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ അറബിക് ഡിഷിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഒലീവ് ഓയിൽ നിർബന്ധമാണ്. വെജിറ്റബിൾ ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യരുത്, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടില്ല. ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. കുബൂസിൻ്റെ കൂടെ ഇത് കഴിക്കുന്ന സമയത്ത് ഈ ഒലീവ് ഓയിലും എല്ലാം മിക്സ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുത്തബ്ബൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.